ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രഗ്നൻസിനെ നമ്മൾ വീക്കിലും മന്തിലും ട്രൈമസ്റ്ററിലും എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല മഴയാണ്. മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. സൗണ്ട് നല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ടും കാര്യങ്ങളും കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ എടുക്കുമ്പോൾ പോലും ചിലപ്പോ ചില സൗണ്ടുകൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ കുറച്ച് കുറവുണ്ട് മഴ, അതുപോലെ ലൈറ്റും കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. സൗണ്ട് കുറവാണെന്ന് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും വീഡിയോ ഒക്കെ നന്നായി ക്ലിക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ലൊരു മൈക്കൊക്കെ മേടിക്കാം. എനിവേ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ എത്ര മാസമായി ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ ഇത്ര മാസമാണെന്നുള്ളത് ഒരു ഏകദേശ ധാരണയിൽ പറയുമെങ്കിൽ കൂടി കുറെ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആഴ്ചക്കണക്കിലാണ്, വീക്കിന്റെ ഇതിലാണ് നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളെ അടുത്ത് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ വീക്കും ഈ ഒരു മന്തും കൂടി നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട്. കാരണം ചില മാസങ്ങളിൽ 5 ആഴ്ചകൾ എടുക്കാറുണ്ട്, ചിലതിൽ 4 ആഴ്ചകളായിട്ടാണ് എടുക്കാറ്. അതുകൊണ്ട് തന്നെ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 9 മാസമാണ് മൊത്തം ഒരു പൂർണ്ണ ഗർഭിണിയുടെ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1 to 40 വീക്സ്, 1 മുതൽ 40 വരെ ആഴ്ചകളെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് 9 മാസങ്ങളാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ മാസക്കണക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ LMP എന്ന് പറയും, ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു ഫസ്റ്റത്തെ ദിവസം, അതായത് നമ്മൾ ഏറ്റവും അവസാനം എന്നാണോ പീരീഡ്സ് ആയത് അതിന്റെ ആദ്യ ദിവസത്തിന്റെ ആ ഡേറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് LMP ഡേറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ LMP സെപ്റ്റംബർ 7 ആണ്, സെപ്റ്റംബർ 7, 2024. അതായത് ഞാൻ ആ ദിവസമാണ് പീരീഡ്സ് ആയത്. പീരീഡ്സിന്റെ ലാസ്റ്റ് ദിവസം എടുക്കേണ്ടത്, ആദ്യ ദിവസം എടുക്കുമ്പോൾ സെപ്റ്റംബർ 7. അപ്പൊ ആ ദിവസം മുതൽ ആണ് നമ്മളുടെ ആഴ്ചക്കണക്കുകൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഏത് ആഴ്ചയാണ്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആയതിപ്പോ സെപ്റ്റംബർ 7 എന്നുള്ളത് സാറ്റർഡേ ആണെങ്കിൽ അടുത്ത സാറ്റർഡേ വരുമ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും, അടുത്ത സാറ്റർഡേ വരുമ്പോൾ നമുക്ക് ഒരു ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതിനെയാണ് ഒരാഴ്ച എന്ന് പറയുന്നത്. പിന്നത്തെ രണ്ടാമത്തെ സാറ്റർഡേ വരുമ്പോൾ രണ്ടാമത്തെ വീക്കായി നമ്മൾ അങ്ങനെ അത് പോകും. 1, 2, 3, 4. അപ്പൊ നമ്മൾ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കലണ്ടറിൽ നമ്മൾ നോട്ട് ചെയ്ത ഡേറ്റ്, നമ്മൾ ഫസ്റ്റ് ഡേറ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് നേരെ വരുന്ന അടിയിലത്തെ ഡേറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആദ്യത്തെ ആഴ്ച, പിന്നത്തേത് രണ്ടാമത്തെ ആഴ്ച, അങ്ങനെ പോകും. ഫോണിൽ നോക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ആ സാറ്റർഡേ ആണ് നമ്മളുടെ പീരീഡ്സ് ആഴ്ച, ആ സാറ്റർഡേ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പൊ എത്ര ആഴ്ചയായി നോക്കാം. പക്ഷെ ചില കേസസിൽ നമ്മുടെ പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് കറക്റ്റ് ഇല്ലാത്തവർ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ കേസിൽ നമ്മുടെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉണ്ണിയുടെ വളർച്ചയുടെ വെച്ചിട്ടും നമ്മുടെ വിലയിരുത്തും. അതായത് ക്രൗൺ റം ലെങ്ത് വെച്ചിട്ട്, ഉണ്ണിയുടെ ലെങ്ത് തല മുതൽ ഇതുവരെയുള്ള ആ ഒരു ലെങ്ത് വെച്ചിട്ട് ഇത്ര ലെങ്ത്തിനെങ്കിൽ ഇത്ര ആഴ്ച നോക്കിയിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഡേറ്റ് അറിയാത്തവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ ഒരു ആഴ്ച കണക്ക് അങ്ങനെയാണ് പോവുക. ഇത്ര ദിവസം ഇത്ര ഡേയ്സ് ആയി, അങ്ങനെ ഇത്ര ആഴ്ച ഇത്ര ദിവസം എന്നുള്ള കണക്ക്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു സ്കാൻ ചെയ്തപ്പോ നമുക്ക് നമ്മുടെ ഉണ്ണിയുടെ ലെങ്ത് ഒക്കെ വെച്ചിട്ട് നോക്കി കഴിഞ്ഞപ്പോ 5 വീക്ക് 6 ദിവസം അങ്ങനെയാണ് കണ്ടത് വെച്ചെങ്കിൽ നമ്മൾ ഏകദേശം 6 ആഴ്ചയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ അതായത് 1ാമത്തെ മാസം കഴിയുന്നു അങ്ങനെ കേട്ടാ. അപ്പൊ മാസം ഇതും ഒരു വ്യത്യാസം ഇതാക്കണ്ട, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയെന്നുള്ളത്. അതിന് മുന്നേ
നമുക്ക് 3 ട്രൈമസ്റ്റേഴ്സ് ആണുള്ളത്. ട്രൈമസ്റ്റർ ഞാൻ ഇങ്ങനെ ട്രൈമസ്റ്റേഴ്സ് എന്നാണ് പറയാറ്, ട്രിമിസ്റ്റേഴ്സ് എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. അപ്പോൾ 3 ട്രിമിസ്റ്റേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ ട്രൈമസ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ 3 മാസങ്ങളെ നമ്മൾ കൺവേർട്ട് ചെയ്തേക്കണം. 1 മുതൽ 3 മാസം വരെ ഉള്ളതിനെ നമ്മൾ ഒന്നാമത്തെ ട്രൈമസ്റ്റർ ആയിട്ടും, 4 മുതൽ 6 വരെ ഉള്ളതിനെ രണ്ടാമത്തെ ട്രൈമസ്റ്റർ ആയിട്ടും, 7 മുതൽ 9 വരെ ഉള്ളതിനെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ട്രൈമസ്റ്റർ ആയിട്ടും വിലയിരുത്തും. 1, 2, 3 ഒന്നാമത്തെ ട്രൈമസ്റ്റർ, 4, 5, 6 രണ്ടാമത്തെ ട്രൈമസ്റ്റർ, 7, 8, 9 നമ്മുടെ ലാസ്റ്റ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ ആയിട്ട് തരംതിരിക്കും. ഇനി ആഴ്ചക്കണക്കിന് വരുമ്പോൾ 1 മുതൽ 4 വരെയുള്ള ആഴ്ചകളെ നമ്മൾ ഒന്നാമത്തെ മാസം എന്നും, അതായത് നമ്മുടെ പീരീഡ്സിന്റെ ഡേറ്റ് മുതലുള്ള ആ ഒരു 4 ആഴ്ച വരെയുള്ള ദിവസത്തെ നമ്മൾ ഒന്നാമത്തെ മാസം എന്ന് വെക്കും. ആ ടൈമിലാണ് നമുക്ക് പീരീഡ്സിന്റെ അതിങ്ങനെ പോകും. പിന്നെ നമ്മൾ തെറ്റി കഴിഞ്ഞാലാണ് നമ്മൾ നോക്കുക. അപ്പൊ തന്നെ നമുക്കൊരു മാസം ആയിട്ടുണ്ടാവും അല്ലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 to 8 വരെ ഉള്ളതാണ് രണ്ടാമത്തെ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. 5, 6, 7, 8 ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലും 4 ആഴ്ചയാണ് വരുന്നത്. ഇനി വരുമ്പോ 9 to 13 ആഴ്ച വരെയാണ് നമ്മുടെ മൂന്നാമത്തെ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. 9 to 13. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മൾ മൂന്നാമത്തെ മാസത്തിലെ സ്കാനിങ് എടുക്കുക. അപ്പൊ 9 to 13 എന്ന് പറഞ്ഞാൽ 9, 10, 11, 12, 13 5 ആഴ്ച വന്നു. അപ്പൊ ഇതിലാണ് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. ചില ഇതില് 5 ആഴ്ചയും കൂടി വരുന്നുണ്ട്. പിന്നെ 14 to 17 വരെയുള്ള ആഴ്ചകളെയാണ് നമ്മൾ നാലാമത്തെ മാസമായിട്ട് എടുക്കുന്നത്. അതിൽ 4 ആഴ്ചയാണ് വരുന്നത്, 14 to 17. പിന്നെ നമ്മൾ 18 to 22 അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ആം മാസമാണ്. അതിലും നമുക്ക് 5 ആഴ്ച വരുന്നുണ്ട്, 18, 19, 20, 21, 22. പിന്നെ 23, 24, 25, 26, 27 5 ആഴ്ച തന്നെ നമ്മുടെ എത്രാമത്തെ മാസം? 6ആമത്തെ മാസം വരുന്നുണ്ട്. അപ്പോ 5 ആഴ്ച വരുന്ന മാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3ആം മാസം, 5ആം മാസം, 6ആം മാസം ഇതിലൊക്കെ ഒരു 4 ആഴ്ചയല്ല, 1 ആഴ്ചയും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ. ഇനി അപ്പൊ നമ്മുടെ 6 മാസം ആവുമ്പോഴത്തേക്കും നമ്മുടെ രണ്ടാമത്തെ ട്രൈമസ്റ്റേഴ്സ് ആയി. ഇനി മൂന്നാമത്തെ ട്രൈമസ്റ്റേഴ്സിൽ 7, 8, 9 ആണല്ലോ. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 28 to 31 വരെയുള്ള ആഴ്ചകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 7ആമത്തെ മാസം എന്ന് പറയുന്നത്. 28, 29, 30, 31 4 ആഴ്ച. ഇനി 32, 33, 34, 35 ഈ ഒരു ദിവസങ്ങളെയാണ് നമ്മൾ ഈ ഒരു ആഴ്ചകളെയാണ് നമ്മൾ 8ആമത്തെ മാസം എന്ന് പറയുന്നത്. ഇനി 36, 37, 38, 39, 40 ഇത്രയും ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 9ആം മാസം എന്ന് പറയുന്നത്. അപ്പോൾ 7 to 9 ആണ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1, 2, 3 മാസങ്ങള് നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്, അതായത് 13 ആഴ്ച വരെ. പിന്നെ 14 തൊട്ടിട്ട് 27 വരെ ഉള്ള ആഴ്ചകൾ നമ്മുടെ രണ്ടാമത്തെ ട്രൈമസ്റ്റർ ആണ്. 28 തൊട്ടിട്ട് 40 വരെയുള്ള ആഴ്ചകൾ നമ്മുടെ തേർഡ് ട്രൈമസ്റ്റർ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്കാണെങ്കിലും എപ്പോഴും സംശയം ഉണ്ടാകുന്ന കേസുകളാണ്. അപ്പോൾ നമ്മൾ ആഴ്ചകൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ LMPയുടെ ആ ഡേറ്റ്, ഫസ്റ്റ് ഡേറ്റ് എന്നാന്ന് നോക്കിയിട്ട് അത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ നേരെ അടിയിൽ വരുന്ന ആ ഡേറ്റ് ഏതാണോ, ഒരു 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഡേറ്റ് ഉണ്ടാവുമല്ലോ, അതാണല്ലോ ഒരാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ദിവസം കണക്കാക്കുക, നമ്മുടെ ആഴ്ചകൾ കണക്കാക്കുക. അങ്ങനെ 40 ആഴ്ച വരെയാണ് ഒരു ബേബി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ബേബി. 36 വീക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ മെച്ചുവേർഡ് ആണെന്ന് പറയാം. അതിന് മുന്നേ ഉള്ളത് പ്രീ ടേം ലേബറിലേക്കൊക്കെ പോകും, പ്രീ മെച്ചുവർ ബേബി ആയിരിക്കും. 36 ആഴ്ചയ്ക്ക് ശേഷം കുറച്ച് പോസ്റ്റ് ആയിട്ട് എന്താ പറയാ
കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ബേബി ആയിരിക്കും, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 38 to 40 ആഴ്ച വരെ, 38 മുതൽ 40 ആഴ്ച വരെയാണ് ഫുൾ ടേം, അതായത് ഫുൾ എല്ലാതും കറക്റ്റ് ആയിട്ടുള്ള ഒരു ബേബി ആയിട്ട് 38 to 40 എന്ന് പറയുന്ന ടൈം. അതിനുശേഷം എപ്പോൾ പ്രസവിച്ചാലും പ്രശ്നം എല്ലാം ഫുള്ളി ഫോം ചെയ്തിട്ടുള്ള ഒരു ഇതിലായിരിക്കും ഒന്നും ഉണ്ടായിരിക്കുക. ലങ്സും ഹാർട്ടും എല്ലാം കറക്റ്റ് ആയിട്ട് വളർന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അതിന് മുന്നേ ഉള്ള 36 ആഴ്ചക്കൊക്കെ മുന്നേ, 36 ആഴ്ചക്ക് ശേഷം ജനിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും ചില കേസസിൽ NICU ഇടേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. പിന്നെ മറ്റു വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലാണ് ഉണ്ണികളെ NICUലൊക്കെ കിടത്തുക. ഓക്കെ, അപ്പോൾ എന്താ പറയാ, അത്രയൊക്കെയാണ് ഈ പ്രഗ്നൻസിനെ നമുക്ക് മാസക്കണക്കിലും അതുപോലെ തന്നെ ആഴ്ചക്കണക്കിലും ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു രീതി. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴും ഇത് കൺഫ്യൂഷൻ വരാറുണ്ട്. രണ്ടാമത്തെ പ്രഗ്നൻസി ആയിട്ട് പോലും ഈ മാസം പറയുമ്പോൾ ഈ ആഴ്ചയുടെ ഇതിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ ഫോണിലോ എങ്ങാനും സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ആഴ്ചയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ആരെങ്കിലും നമ്മളുടെ അടുത്ത് പ്രഗ്നൻസി എത്രാമത്തെ മാസമാണെന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ദിവസം ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇത്ര ആഴ്ചയായി, ഇത്ര ദിവസമായി, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഞാൻ കറന്റ് എന്താ പറയാ 37 വീക്സും ഇന്ന് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ശനിയാഴ്ചയാണ് എൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ശനിയാഴ്ചക്കാണ് എനിക്ക് 38 ആഴ്ച ആവുള്ളൂ. അപ്പൊ ഇന്നിപ്പോ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ പറയാ 37 വീക്സും എനിക്ക് 5 ഡേയ്സും ആയിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ അങ്ങനെയാണ് പറയാം. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.